എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്തില്ലടാ പുല്ലേ. ഓമക്കുറുപ്പിന്റെ ചങ്കൂറ്റം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്നതാണോടാ നിന്റെ നാറിയ ചങ്കൂറ്റം നക്കി എരപ്പാളി. ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ. ഹലോ, കേറ്റിയാണോ? ഇറക്കിന്നോ? അല്ല, മിസ്റ്റർ കേറ്റിയുടെ വീടല്ലേ? ഹലോ, ഇത് സർദാർ കൃഷ്ണക്കുറുപ്പാണ്. സംഗതി സക്സസ് 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 എന്ന് പറഞ്ഞാൽ വിജയം പോയി. സംഗതി വിജയിച്ചു. ഒടുവിൽ നിങ്ങളുടെ മോൻ മുട്ടുമടക്കി. എന്റെ മോളെ അവന് വളരെ ഇങ്ങ് പിടിച്ചു. അല്ല, അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. അവനങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ടായി സംശയം ഉണ്ടായത്. എന്നാ പിടിച്ചെന്ന് മാത്രമല്ല, കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണം ഉറപ്പിച്ചെന്നോ? ആരെ? അവനെ തന്തിയും തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു. കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നാ ഈ കല്യാണം നടക്കത്തില്ല. കൊളമാക്കരുത്. അതെന്തൊരു ഏർപ്പാടാ? ഞങ്ങൾ വരും. അപ്പോൾ നടന്നു കാണാൻ ആഗ്രഹമില്ലല്ലേ? താന് നശിപ്പിച്ച ഇടം അല്ലയോ? വരണ്ട വരണ്ട. കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം. എന്നാ വേണ്ട. ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം മുടങ്ങണ്ട. ഈശ്വര, എല്ലാം ഭംഗിയായി നടത്തിയേക്കണേ. നടന്നോളും. തന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാൻ? ഞാനാണോ വിളിച്ചത്? മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ ചെയ്യേണ്ടത്. ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാർട്ട് ഒരു 747 തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവ അനുസരിക്കുന്നില്ല സാർ. എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കാൻ സാർ. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? തന്റെ അനിയനല്ലേ, പിന്നെ എങ്ങനെ വിവരം കാണും അല്ലേ? ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് സാർ അങ്ങ് തീർത്ത് പറഞ്ഞാൽ മതി. നിവർത്തിയില്ലാതെ വരുമ്പോ അവ ഇറങ്ങിപ്പോവും. സമ്മതിക്കും. അതിന് ഉമ്മാർക്ക് ചിത്രകലയെ കുറിച്ച് വല്ലതും അറിയണ്ടേ? ശിവ,
എന്താ മാവ? പുറപ്പെട്ടോളൂ. ഓരോ നിമിഷം കഴിയുന്തോറും മോളെ, എന്റെ മോളെ അകത്തേക്ക് പോയിക്കോളൂ. പോ, എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മാവ? ഓരോ നിമിഷം കഴിയുന്തോറും നീ ചത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ ഒരു രോഗമില്ല മാവ. മാത്രമല്ല ഈ ഡോക്ടർ എനിക്ക് വലിയ വിശ്വാസമില്ല. മറ്റാരുടെയോ നിർബന്ധപ്രകാരം ഇദ്ദേഹം എന്നെ പരിശോധിച്ചാണെന്നും എനിക്ക് സംശയം. നിർത്തും. കഴിഞ്ഞ 5 വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ ഒരു ആർട്ട് സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. കുറുപ്പ് സാറിന് അറിയാമോ? ബ്രോങ്കൈറ്റിസ്, പരാലിസിസ്, ബ്രെയിൻ ട്യൂമർ, ലിവർ ഫീവർ, വാദം, ലൂക്കേമിയ എന്നീ രോഗങ്ങളുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ രോഗിയുടെ ശരീരം. അറിവുള്ളവർ പറഞ്ഞ അനുസരിക്കണം. ഇപ്പൊ തന്നെ ആശുപത്രി തിരിച്ചോളൂ. എനിക്കൊരു അസുഖവും ഇല്ല കുറുപ്പമാവ. സൗകര്യപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ ഞാനിവനെ ഓപ്പറേറ്റ് ചെയ്യും. മിക്കവാറും താൻ എന്റെ കയ്യിൽ ശിവ, കുറുപ്പ് സാർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു തന്നാ മതി. ശിവനോടാണ് പറഞ്ഞ ഡോക്ടറെ കൂടെ ചെല്ലാൻ. എന്റെ പൊന്നു കുറുപ്പമാവ, എനിക്കൊരു അസുഖം ഇല്ല. ഉണ്ട് മുദ്ര. മുദ്രപത്രത്തിൽ അവനെ ഒപ്പിട്ടെടുക്കുന്ന കാശ് ഞാൻ കൊടുത്തോളാം. തന്നോടാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറഞ്ഞത്. ഇതിനകത്തൊരു നീണ്ട കഥയുണ്ട്. കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. കേൾക്കണ്ട. കേട്ടാ പറ്റൂ. കേൾക്കണ്ട. കേൾക്കണ്ട. അസുഖം ഉണ്ടോ നീ തന്നെ സമ്മതിച്ചല്ലേ? ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് ഭേദമായോ? അന്ന് സമ്മതിച്ച അന്നത്തെ സാഹചര്യം അങ്ങനെ ആയി പോയതാണ്. എടോ, ഓപ്പറേഷൻ ചെയ്യാൻ താൻ ഇന്ന് ഇവിടെ ഞാൻ വിടും. എടോ, ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഇപ്പാടി ഞാൻ ഇവിടെ. അമ്മാവാ, ഇതിന്റെ പിന്നിലെ കർത്തവ്യം ആരാണെന്ന് എനിക്കറിയാം. ഇത് അമ്മാവാ, മുദ്ര. എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പെൺകുട്ടിയാണ് ശോഭ. ഏത് സാഹചര്യത്തിലും ശോഭ എന്നെ വെറുക്കയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. വെറുപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏത് കൊച്ചാണ് ഈ കിടന്ന് ഫോണടിക്കുന്നത്? വരൂ വരൂ, അകത്തേക്ക് വരൂ. നമസ്കാരം. നമസ്കാരം. വരൂ. തൊലച്ചു കെട്ടും കെട്ടി പന്നിക്കൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ? ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് വന്നാലോ? പെറ്റ വയറിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ലാതായി കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനായതുകൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവന്ന് പറഞ്ഞ ജീവനാ. ഏയ് അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവന് ഇഷ്ടപ്പെട്ടു പോകും. എന്റെയും മോന. അവരിവിടെ ഉണ്ടോ? ആ ഉണ്ട്. ശോഭേ, ശോഭേ, ഇവിടെ ആ മോനെ, മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്തായാലും ആ എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്റെ പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളമാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ പക്ഷെ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത്, ബോറാവരുത്. നിങ്ങൾക്കൊരു എടാ, നീ ഇവിടെ ഡ്രൈവർ ആയിട്ടല്ലേ വന്നത്? അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. അതല്ല ചുമ്മാരോ, ഞാൻ അവൻ ചൂടാകാൻ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ? എന്റെ മോൻ അവിടെ. മോനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് പറയുന്നേ, ദാ നിൽക്കുന്നു. അയ്യോ, ഇതല്ല. ഇതെന്റെ മോനല്ല. അയ്യോ, കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞു സ്വന്തം മോനല്ലാന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ? കള, രണ്ടുപേരും മോനേന്ന് വിളിക്കാം. എന്റെ പട്ടി വിളിക്കാം. ഓഹോ, ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ല എനിക്ക് തോന്നി. എന്താ തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇവനെ കയറ്റിയതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന ഈ നായെ കയറ്റിയതുകൊണ്ട്. പറയടാ പിള്ളേരെ, മോനെവിടെ? അപ്പൊ ഇവനല്ലേ ഇങ്ങടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ. ഇവൻ അവനല്ല. അവൻ തന്നെ. അവനല്ല ഇവൻ. പിന്നെ അവനെവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓ മാധവൻ എവിടെയെന്ന്. എം.എ. ധവാൻ. പറയടാ എന്റെ മോനെവിടെ? ഡ്രൈവർ നമ്മളെ പറ്റിച്ചല്ലോ.
അളിയാ, എന്റെ തല ഇത് ആരെങ്കിലും തുറന്നതാ. അയ്യോ, ആ, ഇറങ്ങ്, ഇറങ്ങ്, ഇറങ്ങ്. ആ, പിടിക്കാവനെ. എടാ സാമദ്രോഹി, മേലാലി പഴി ചവിട്ടിയാ നിന്റെ എല്ലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, കുറുപ്പ് സാറവൻ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പോവുക.